നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ബികോം ബിരുദമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ബികോം ബിരുദധാരികൾക്ക് കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ ഗവൺമെന്റ് കമ്പനികളിലെ, കോർപ്പറേഷനുകളിലെ, ബോർഡുകളിലെ ഒക്കെ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് ജോലിക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരള സർക്കാരിന് വേണ്ടി കേരള സർക്കാരിന് പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിന്റെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 363/2025 ആണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. കേരള PSCക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നത്. ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിലെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്തതിനു ശേഷം പിന്നീട് എത്ര തവണ പോസ്റ്റ് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. ഒരു 1 ടൈം രജിസ്ട്രേഷൻ ആണ്, ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. മൊബൈൽ ഉപയോഗിച്ച് പോലും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് 1 ടൈം രജിസ്ട്രേഷൻ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ അതുപോലെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെന്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ആ ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യം കൂടി മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ആധാർ കാർഡ് ഒരു ID പ്രൂഫായിട്ട് നമുക്ക് ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇന്റർവ്യൂ പോകുന്ന സമയത്തോ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തോ ID പ്രൂഫായിട്ട് വിനിയോഗിക്കാനും പറ്റുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പല കേരള സർക്കാരിനുള്ള ഗവൺമെന്റ് കമ്പനികളിലെ, കോർപ്പറേഷനിലെ, ബോർഡുകളിലാണ് ഈ വേക്കൻസികൾ ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് കമ്പനികളുടെ പേരും കൊടുത്തിട്ടുണ്ട്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇങ്ങനെ ഈ പറഞ്ഞ ഈ 8 കമ്പനികളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത്. അപ്പൊ പല കമ്പനികളിലും ഇതേ പോസ്റ്റ് സെയിം ആണെങ്കിലും സാലറി സെയിം ആണ്. സ്കെയിൽ പേ പറഞ്ഞിട്ടില്ല. പല കമ്പനികളിലും അവര് സാലറി സ്കെയിൽ ഡിഫറെന്റ് ആണ്. വേക്കൻസികൾ എണ്ണം പറഞ്ഞിട്ട് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ്. കൂടുതൽ വേക്കൻസി ഇത്രയും കമ്പനികളുണ്ട്, കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. എണ്ണം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലത്ത് വരുന്ന ഒഴിവുകൾ ഉൾപ്പെടെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കാരണം വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ സംശയം വേണ്ട. അതിനുവേണ്ടി യോഗ്യത BCom ആണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നേരിട്ടുള്ള നിയമനമായിരിക്കും. 18 മുതൽ 36 വയസ്സിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. യോഗ്യത ഒന്നുകൂടെ ഞാൻ പറയുന്നു, അത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമല്ല, BComലുള്ള ബിരുദമാണ് ഇതിനു വേണ്ടി യോഗ്യത. അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്കുള്ള എങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ നോക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവര് കമ്പനിയുടെ റൂൾ അനുസരിച്ച് പ്രൊബേഷനിലായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കണം. നേരത്തെ പറഞ്ഞ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായ വിവരങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പിന്നീട് തെറ്റായ ഇൻഫർമേഷൻ നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അത് ക്യാൻസൽ ചെയ്യപ്പെടാം. അതുപോലെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസൊന്നുമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും OMR ടെസ്റ്റോ, ഓൺലൈൻ ടെസ്റ്റോ, റിട്ടേൺ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡിയാകുന്ന കൺഫർമേഷൻ കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യപ്പെട്ട സമയത്ത് നിർബന്ധമായും അത് കൊടുക്കാൻ മറക്കരുത് എന്ന കാര്യം കൂടി ഓർക്കുന്നു. ഇപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഒക്ടോബർ 15 ആണെന്ന കാര്യം മനസ്സിലാക്കുക. www.keralapsc.gov.in സൈറ്റ് വഴി ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് തന്നിരിക്കപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.